നമസ്കാരം. ഇന്നൊരു സിനിമ കണ്ടു. ഉയിർ. സംവിധായകൻ പത്മകുമാർ സംവിധാനം ചെയ്ത സിനിമ. നമുക്കറിയാം, പപ്പേട്ടൻ്റെ സിനിമകളൊക്കെ നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാവും. എന്നാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണായ ഒരു സിനിമയാണ്. അതിനുണ്ട് ആ കഥ. സിനിമ കണ്ടവർക്കറിയാം. ഇനി കാണാനുള്ളവർക്ക് കഥ പറയുന്നത് ശരിയല്ല, പക്ഷേ സിനിമ കാണുന്നവർക്കറിയാം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2017 കണ്ണൂരിൽ നടന്ന ഒരു സംഭവമാണ്. ആ സംഭവം സിനിമയാക്കിയിരിക്കുന്നു. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ തേടി പത്രക്കട്ടിങ്ങുകളൊക്കെ കണ്ട് അങ്ങനെയാണ് ഈ സിനിമയായത്. ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്, നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മളെ കുട്ടികളെയാണല്ലേ. ആ കുട്ടികൾ എന്ന് വെച്ചാൽ നമുക്ക് ജീവനാണ്. നമ്മൾ ജീവിക്കുന്നവരെ കുട്ടികൾക്ക് വേണ്ടിയാണ് അല്ലേ. ആ ഒരു സംഭവത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു കുടുംബജീവിതം, അത് ഒരേ സമയത്ത് ഒരു ഭർത്താവും ഒരു കാമുകനും കുട്ടികളുമുള്ള ഒരു ഭാര്യയുടെ ജീവിതം, ഒരേ സമയത്ത് ഈ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അച്ഛൻ്റെ ജീവിതം, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് അത്രമാത്രം വലിപ്പമുണ്ടായത്. ഈ സിനിമയിലെ മറ്റ് താരങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു വിട്ട് സിനിമയിലേക്ക് പോകാം. തിരക്കഥ ഷാജി മാറാട്, നിഖിൽ കെ മേനോൻ. നിർമ്മാണം സന്തോഷ് ത്രിവിക്രമൻ. സിനിമാ ഫോട്ടോഗ്രാഫർ അജയ് ഡേവിഡ് കാച്ചാപ്പള്ളി. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ പേര്: റോഷൻ മാത്യു, ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, വിനീത് തട്ടിൽ, അതുല്യ ചന്ദ്രൻ, ഷാജു ശ്രീധരൻ, ശ്രീകാന്ത് മുരളി. ഇവരാണ് ഇതിൽ അഭിനയിച്ചത്. പക്ഷേ ഇതിൻ്റെ മ്യൂസിക്, അതും എടുത്തു പറയണം. മ്യൂസിക് നമുക്കൊരു ജീവൻ വെപ്പിക്കുകയാണ് മ്യൂസിക് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് വരെ മണികണ്ഠൻ അയ്യപ്പൻ്റെ സിനിമകളിലെ മ്യൂസിക് കണ്ടിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയാണ് മണികണ്ഠൻ അയ്യപ്പൻ ഇതിൽ സംഗീതം പകർന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ പറയുന്നത്. താരങ്ങളിലെയും 2 കുട്ടികൾ എടുത്തു പറയാം. 2 കുട്ടികൾ, എനിക്ക് ആ കുട്ടികളുടെ പേരത്ര ഓർമ്മയില്ല. ആ കുട്ടികളും ഇതിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. സിനിമയിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫിലേക്ക് എത്തുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ലാഗ് ചെയ്തു. എൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണ്. സിനിമ ലാഗ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമ ആ ലാഗിങ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ അതിന് ചോദിച്ചു, ഈ സിനിമയുടെ കഥയിലേക്കൊന്ന് എത്തണം, ഈ പോലീസിൻ്റെ അന്വേഷണത്തിലേക്കൊന്ന് എത്തണം, പോലീസിൻ്റെ ആ വരുന്ന SI കഥാപാത്രം അവതരിപ്പിച്ച റോഷൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊരു പ്രൊഫഷണൽ CI വരുന്നതാണ്. അദ്ദേഹത്തിലേക്ക് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ടൈറ്റിൽ എഴുതുമ്പോൾ തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ നിന്ന് തുടങ്ങുന്നു. ആ ട്രെയിൻ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ SIയുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിന് ശേഷം സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിന് കുറച്ച് മുമ്പ് വരെ ഈ കഥയിലേക്ക് എത്താൻ വേണ്ടി ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പ്രതീക്ഷിച്ചു എങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിനുശേഷം എനിക്കറിയില്ല, പറയാനും അറിയില്ല, കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. ആ സിനിമയുടെ ഒരു യാത്ര, വലിയൊരു യാത്ര ചെയ്യുന്ന ഒരു സിനിമ അല്ലേ. ഒരു കേരള പോലീസിന് അഭിമാനമാവുന്ന മുഹൂർത്തങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ ഈ സിനിമയെ കാണണം. ഇതിനുശേഷം ഈ 2 കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട്. ആ കൊലപാതകം ആരുടെയാണ്, എന്തിനാണ് കൊല ചെയ്യുന്നതൊക്കെ സിനിമ കണ്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സിനിമ കണ്ട് തന്നെ വിലയിരുത്തണം. ആ കൊലപാതകം നടക്കുന്നുണ്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ അന്വേഷണത്തിലേക്കാണ് ഇവർ പോകുന്നതെന്ന് ഇതിനു മുമ്പും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആ അന്വേഷണം എത്തിപ്പെടുന്നത്, അതിൽ നഷ്ടപ്പെടുന്ന 2 കുട്ടികളെ തേടിയുള്ള ഒരു യാത്രയാണ്. നമ്മുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ സിനിമ നമ്മൾ ഫസ്റ്റ് ഹാഫിലുണ്ടായ ആ ഫീലൊക്കെ മാറ്റിയിട്ട്, എന്താണ് ഇങ്ങനെ ലാഗ് ചെയ്യുന്നതൊക്കെ ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ആ സിനിമ പെട്ടെന്ന് ജമ്പ് ചെയ്ത് കയറുകയാണ്. ആ ജമ്പിങ് ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആ പപ്പേട്ടൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അവിടെ ശ്രുതി മേനോനും വിനോദ് സാഗറും അല്ലേ. വിനോദ് സാഗറിനെ അറിയാം, തമിഴ് സിനിമകളിലൊക്കെ ഏറ്റവും ഗംഭീര പെർഫോമൻസ്. നമുക്ക് രാക്ഷസൻ തന്നെ മാത്രം നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതി. അതിലൊരു അധ്യാപകൻ എന്ന ഒരു വില്ലൻ അല്ലേ, അത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലും അദ്ദേഹത്തിൻ്റെ വില്ലത്തരങ്ങളുണ്ട്. പക്ഷേ ആ വില്ലനാണെങ്കിലും അദ്ദേഹത്തിനും കുഞ്ഞുങ്ങളോടൊരു വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇവർ 2 പേരും നേരത്തെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ എടുത്തും ബൈജു സന്തോഷ് പറഞ്ഞു, ഈ 2 പേരിലും ഈ കുടുംബത്തിലുമാണ് കഥ പോകുന്നതെന്ന് പറഞ്ഞ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഇവർ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് പോകുമ്പോൾ അതിനകത്ത് മറ്റ് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് സിനിമ മാറുകയാണ്. പിന്നീട് ഈ
എസ് ഐക്കുണ്ടാവുന്ന ഒരു വേവലാതികൾ, എസ് ഐക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞു വെച്ച് പോകുമ്പോൾ ഈ സിനിമ എവിടം വരെ എത്തിയെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. ഞാനൊക്കെ ഭയങ്കര ഇമോഷനായി. ക്ലൈമാക്സ്, ഞാൻ ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണുനീര് വരും. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പം ഞാനും ഒന്ന് വിതുമ്പി, ഞാനും ഒന്ന് വിങ്ങിപ്പൊട്ടി. കാരണം അത്രമാത്രം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നതുകൊണ്ടാകാം. നമ്മളൊരു കുടുംബനാഥനാണല്ലോ, അപ്പം നമ്മൾ കുട്ടികൾ സ്നേഹിക്കുന്നതുകൊണ്ടാകാം. അതിൽ ബൈജു സന്തോഷ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇല്ലാത്തവരും കുട്ടികളുള്ളവരും. ഒരു പ്രയോഗം തന്നെ ബൈജു സന്തോഷ് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. പിന്നീട് ക്ലൈമാക്സിൽ പിന്നീട് ഇവരൊരു യാത്ര ബോംബെയിലേക്കാണ്. ആ ബോംബെയിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ ഈ സിനിമ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന നിലയിലേക്ക് പോയി. ആ ബോംബെയിലേക്ക് ബസ് കയറുന്നതോടുകൂടി ഈ സിനിമ ഏറ്റവും ടോപ്പിലെത്തിയെന്ന് വേണം പറയാൻ. നമ്മൾ തിയേറ്ററിൽ ആളുകളെ എങ്ങനെയാണ് പിടിച്ചിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പിടിച്ചിരുന്നു. പിന്നെ ഇതെങ്ങനെ എത്തും, എങ്ങനെ അവസാനിപ്പിക്കും, ഈ സിനിമ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് സിനിമ എത്തിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല, കാരണം സിനിമ ഇനിയും കാണാനുണ്ട്. നിരവധി ആളുകൾ കാണേണ്ട സിനിമയാണ്. ഫാമിലിയായിട്ട് കുട്ടികളുമായിട്ട് വന്നിരുന്ന് കാണണം. നമുക്ക് ചെറിയ കുട്ടികൾ ഉണ്ടായതിനു ശേഷം വലുതാവുന്നല്ലേ, ആ ചെറിയ കുട്ടികളുടെ കാലം നമ്മൾ വലുതായാലും ആ കുട്ടികളുള്ള സ്നേഹം പേരൻസ് ഒരിക്കലും എന്താണ് പറയുക, ഇല്ലാതാകില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ സിനിമ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംവിധായകന് വലിയ ക്രെഡിറ്റ് ഉണ്ട്, ഇതിൻ്റെ തിരക്കഥയ്ക്ക് ക്രെഡിറ്റ് ഉണ്ട്, ഇത്തരമൊരു സിനിമ ചെയ്യാമെന്ന പ്രൊഡ്യൂസറിന് ക്രെഡിറ്റ് ഉണ്ട്. കാരണം അത്തരമൊരു സിനിമയാണല്ലോ. ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കുറേ ആളുകളുടെ പ്രതികരണമുണ്ട്. അവരെല്ലാം ഇമോഷണലായിട്ടാണ് പറഞ്ഞത്. ആ കുറേ ആളുകളുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കണം. വളരെ ചുരുക്കം പ്രതികരണമാണ് നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് ഇമോഷണൽ ആയിരുന്നു. അതെ, നമ്മുടെ മക്കളെ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഒരു അശ്രദ്ധ കുറവുകൊണ്ട് പോലും മിസ്സാവാൻ പാടാത്തൊരു ഗ്രേറ്റ് മെസ്സേജ് പോലുണ്ട്. നമ്മൾ കാരണം നമ്മുടെ ഒരു അശ്രദ്ധ കുറവ് കാരണം നമ്മുടെ മക്കൾ മിസ്സാവരുത്. ഭയങ്കര ടച്ചിങ് ആയിപ്പോയി, പറയാൻ പറ്റുന്നില്ല, പറയാൻ വാക്കുകളില്ല. അതാണ് ലാസ്റ്റ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. കേട്ടില്ലേ, ആ പ്രതികരണത്തിലില്ലേ, ആരാ കണ്ണ് നനയാതെ ആരാ പറഞ്ഞിരിക്കുന്നത്, വിഷമമില്ലാതെ ആരാ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സിനിമകൾ തിയേറ്ററിലുള്ളൊരു വിജയത്തിനേക്കപ്പുറം OTT-യിലൊക്കെ വന്ന വലിയ സ്വീകാര്യത നേടുന്ന ഒരു സിനിമയാണ്. പക്ഷേ തിയേറ്ററിലും ഇത് ആൾ കയറും. കാരണം നമ്മൾ പറയുന്നതാണല്ലോ. ആ സിനിമ കണ്ട് ഓരോ ആളുകൾ പറയുന്ന പബ്ലിസിറ്റി ഉണ്ട്, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അത് വലുതാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അതിനുള്ള ഒരു സിനിമയുണ്ട്. എനിക്ക് കൂടുതൽ പറയാൻ കഴിയാത്തത്, ഞാൻ ചില സിനിമകൾ കാണുമ്പോൾ ഭയങ്കര ഇമോഷനാകും. അത് എനിക്ക് ഈ സിനിമയിലുണ്ടായി. ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ആ തിയേറ്ററിൽ നിന്ന് ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൊക്കെ തുടച്ചിട്ട് വേണമല്ലോ ഇറങ്ങാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിൽ പതിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ് ആ സിനിമ എന്ന് വേണം പറയാൻ. എന്തായാലും എല്ലാവരുടെയും ഉയരെടുത്തു എന്ന് വേണം പറയാൻ. ആ ഒരു സിനിമ കാണാൻ എല്ലാവർക്കും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോകാം. നമ്മുടെ ഉയരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ഉയരാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ ഉയരാണ് ഭാര്യയ്ക്ക് ഭർത്താവ്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ചേർന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഇന്ന് റിലീസായത് ഉയര്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അവർ തന്നെ വിലയിരുത്തട്ടെ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ യോജിക്കുക.